DC യൂണിവേഴ്സ് റീബൂട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സിനിമയാണ് സൂപ്പർമാൻ. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജെയിംസ് ഗണ്ണാണ്. ഡേവിഡ് കോൺസെപ്റ്റാണ് സൂപ്പർമാനായിട്ട് വരുന്നത്. സൂപ്പർമാൻ്റെ ഒറിജിനൊക്കെ നമ്മൾ ഒരുപാട് തവണ സിനിമയിൽ കണ്ടതാണ്. അതുകൊണ്ട് സൂപ്പർമാൻ്റെ ഒറിജിനൊന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. ഒരു ഫൈറ്റിൻ്റെ മിഡിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഉള്ള DC മൂവീസ് പോലെ അത്ര ഡാർക്ക് ടോണൊന്നുമല്ല ഈ സിനിമയിൽ. നല്ല ബ്രൈറ്റ് ആൻഡ് ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ടോണാണ് ഈ സിനിമയ്ക്ക്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു സെയിം ടോൺ ആൻഡ് ഫീലൊക്കെയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ലക്സ് ലൂതറാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. ഇത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നിക്കോളസ് ഹൗൾട്ടാണ്. ആക്ടേഴ്സൊക്കെ നന്നായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ബട്ട് ഇതിൽ നന്നായിട്ടൊരു പെർഫോം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളത് സൂപ്പർമാനും ലക്സ് ലൂതറിൻ്റെ ക്യാരക്ടേഴ്സിനുമാണ്. അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ കണ്ട പോലെ ഒരു സൂപ്പർമാൻ അല്ല ഇത്. മുമ്പ് നമ്മൾ പഴയ സിനിമകൾ നോക്കുകയാണെങ്കിൽ അതിലിപ്പോൾ വരുന്ന സൂപ്പർമാൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാം ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള സൂപ്പർമാനാണ്. ബട്ട് ഇതിൽ കാണിക്കുന്നത് കുറച്ച് ഇമോഷണൽ, കുറച്ച് നല്ല ദേഷ്യം വരുമ്പോൾ ദേഷ്യം, വിഷമം, ഇതെല്ലാം കാണിക്കുന്ന ഒരു സൂപ്പർമാനാണ്. വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പോർഷൻസ് എല്ലാം നന്നായിട്ട് തന്നെ ഈ ആക്ടർ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു ആസ്പെക്റ്റ്. പിന്നെ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിലെ വിഷ്വൽസ് ആൻഡ് ഓഡിയോ മിക്സിംഗ് ആണ്. ഞാനിത് IMAX എന്നാണ് കണ്ടത്. അപ്പോൾ ഇതിലെ വിഷ്വൽസ് ട്രെയിലർ കണ്ട ഒരു സിറ്റി നശിക്കുന്നൊരു സീൻസ്, പിന്നെ ഒരു പോക്കറ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിലൊക്കെ ഉള്ള വിഷ്വൽസൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ആ പോർഷൻസിൽ തന്നെ സൗണ്ട് മിക്സിങ് നന്നായിരുന്നു. പിന്നെ ഫൈറ്റ് സീക്വൻസും വളരെ നന്നായിരുന്നു. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നിയത് ഇതിലെ സിനിമയിലെ കോമഡിയാണ്. കോമഡി നല്ല ഇഷ്ടപ്പെട്ട കോമഡിയാണ്. ബട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ആ കോമഡി കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് തോന്നി. ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി യൂഷ്വലി ഒരു മാർവൽ മൂവീസിലൊക്കെ അങ്ങനെ ഒരു ഇത് വരാറുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ പഴയ DC മൂവീസ് പോലെയല്ല. നിങ്ങൾക്ക് മാർവൽ മൂവീസ്, പ്രത്യേകിച്ച് ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സീസ് പോലുള്ള സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിന് തൊട്ട് മുന്നേ വന്ന DC സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് അത്ര ക്ലിക്ക് ആവുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.